ഹലോ ഗൈസ്, എന്തൊക്കെയാണ് ഇഷ്ടം? അപ്പോൾ നമ്മളത്തെ ഫുഡ് നല്ല മീൻകറി കേട്ടോ, നല്ല ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ സവാള, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില വെച്ചിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി കറി ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്യാം. നമ്മളെ പാലക്കാടൻ കുത്തിരിവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി പച്ചമുളക് അത്യാവശ്യമൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഇഞ്ചി ഇട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അത്യാവശ്യം നല്ല എരിവുള്ള പൊടിയുണ്ട്, കുറച്ചിട്ടുള്ളൂ കേട്ടോ. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് ഇടാം. പക്ഷെ നമ്മൾ കാശ്മീരി സ്റ്റോക്ക് ഉണ്ട്. നമുക്കിനി ഒരു തക്കാളി, അത്യാവശ്യം വലിയ തക്കാളി തന്നെ പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. നമ്മുടെ കറി അത്യാവശ്യം നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ എടുക്കാം. അതിൽ അയില, ചാള, കൂന്തൽ, പിന്നെ നെത്തോലി, എല്ലാ ഐറ്റവും മിക്സാണ് ഉണ്ടത്. പ്രശ്നമുണ്ടാവും കൂന്തലിട്ടത് പൊരിക്കലില്ല, കറി വെക്കാം. അപ്പോൾ കൂന്തൽ ഒഴിവാക്കിയിട്ടാണ്, ചില ആവശ്യാനുസരണം കൂന്തൽ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കിനി മീൻ അടക്കാൻ പാടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആട്ടി കൊടുത്തിട്ടൊന്ന് ഉറക്കി കിടത്തുക. ഒരു 1/2 മണിക്കൂർ 10 മിനിറ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി റെഡി ഉണ്ട് കേട്ടോ. കറി റെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ കറി നല്ലോണം ആട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 പേർക്കുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം റെഡി. ഗേസ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. സെറ്റ് കറിയാണ്. തേങ്ങ നിറക്കേണ്ടത് തേങ്ങ അരച്ച പോലെ തന്നെ ഉണ്ടാവും. തൽക്കാലം മൂടി വെച്ചിട്ട് നമുക്ക് ഓഫ് വയ്ക്കാം. ഗേസ് അപ്പോൾ നമുക്കൊന്ന് മീൻ ഫ്രൈ ആയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ തന്നെ കത്തിക്കാതെ നമ്മൾ ഈ ഒരു പാത്രം ചൂടാക്കിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പണ്ടില്ലല്ലോ. ഉണ്ട് എല്ലാം. അയ്യോ, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാലയും, കുറച്ച് എന്താ പറയുക, എന്ത് സാധനം, ഗരം മസാല, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ഓക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുള്ളി, ഇഞ്ചിയും ശകലം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. കുറച്ച് ഇഞ്ചി വെച്ചിട്ടുണ്ടോ, ചിപ്സ്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മളിത് ഇഞ്ചി വെള്ളം പോലെ അരച്ച സാധനം കേട്ടോ. അത് ഇതാണ് വെറൈറ്റി, വെള്ളം പോലെ അരക്കണേ. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം കണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ മീനിവിടെ എത്തിയിട്ട് ഇതിൽ ചാളുണ്ട്, അയിലുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പലവകയാണ് പോക്കറ്റ് തന്നിട്ട്. ഇവിടെ ഞങ്ങൾ കൊക്കടെയിൽ എന്ന് പറയും കേട്ടോ. മിക്സിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഞങ്ങൾ മിക്സ് പലവകയെന്നും പറയില്ല, കൊക്കടെയിൽ എന്ന് പറയും. ഗിഫ്റ്റ് കിലോ കൊട്ട കൊക്കടെയിൽ സാർ ഇതാ. ഇതാണ് ഇതിൻ്റെ ആള്. നീയൊക്കെ അവിടെ ഗ്യാപ്പില്ലല്ലോ ഇപ്പോൾ.
തിരിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മീൻ ഓരോന്ന് അപ്പം മീൻ ഇതേപോലെ വെക്കട്ടെ നമ്മൾ. മീനൊക്കെ നമുക്ക് ഇതേപോലെ അടക്കി വെക്കട്ടെ. വരി വരിയായിട്ട് ലൈല ചാള കൂടുതലുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും? അവിടെ പോയി ആ അപ്പോൾ ഒരു കൂന്തളും ഉണ്ട് കേട്ടോ. ആ മക്കളതായി കത്തിക്കാം. നമ്മുടെ മീൻ അത്യാവശ്യം നല്ല ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ഡീപ് ഫ്രൈ അല്ല, എന്നാലും അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയും കറിവേപ്പില അങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാനില്ല. ഏതാ സാധനം മോനെ.